എൽസി രുചി ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മട്ടൺ കട്ട്ലേറ്റ് ആണ്. കട്ട്ലേറ്റിന് വേണ്ടി ഞാൻ മട്ടൺ വേവിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്നു. ഒരു കപ്പ്, ഒരു സബോള കൊത്തി അരിഞ്ഞത്, 2 ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 മുട്ട ഒഴിച്ച് വെച്ചേക്കണം, ഗരം മസാലപ്പൊടി, 4 കഷ്ണം ബ്രെഡ് പൊടിച്ച് വെച്ചത്. മട്ടൺ കട്ട്ലേറ്റ് തയ്യാറാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി നമുക്ക് 3 ടേബിൾ സ്പൂൺ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ തയ്യാറാക്കണത് വെളിച്ചെണ്ണ കൊണ്ടാണ്. നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഓയിലിലാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു സബോള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്, 2 പച്ചമുളക് അരിഞ്ഞു വെച്ച്. വേഗം മൊരിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ കുറച്ച് 1 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങിക്ക് ഉപ്പ് വേണം. ഉപ്പ് വേഗം ചേർത്ത് കൊടുത്താൽ നമുക്ക് സബോള വേഗം മൊരിഞ്ഞു വരും. സബോള വാടി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കും. നമ്മുടെ സബോള മൂത്ത് തുടങ്ങി. നമ്മൾ സ്റ്റവ് കുറച്ച് ചെറുതാക്കി. ഇനി മല്ലിയില നമ്മൾ അരിഞ്ഞു വെച്ച്. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മൾക്ക് ഉരുളക്കിഴങ്ങ്, ഈ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത് നമ്മൾക്ക് കുഴച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ചെടുക്കാം. നമ്മുടെ മട്ടൺ വേവിച്ച് പൊടിച്ച് വെച്ചത് നമ്മളിതിലേക്ക് ഇട്ടു. ഈ മസാല നമ്മൾ ഇതിലേക്ക് ഞാനിത് കുഴയ്ക്കാൻ പോവാം. എല്ലാം കൂടെ മിക്സാണ്. നന്നായിട്ട് കുഴച്ച് മിക്സായിട്ട് നന്നായി നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു. പിന്നെ 2 മുട്ട നമ്മൾ ഇത് അടിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വറുത്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് ഓയിൽ. ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് കട്ട്ലേറ്റിനുള്ളത് നമുക്ക് നന്നായി ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ
പരത്തിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും പരത്താം. വട മോഡലിൽ പരത്താം, അല്ലെങ്കിൽ നീളത്തിൽ പരത്താം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ ഷേപ്പ് ചെയ്ത് എടുക്കാം. നമ്മൾ ഓരോന്നായിട്ട് വെച്ചു നമ്മൾ കട്ട്ലേറ്റ് ഇങ്ങനെയാക്കി നമുക്ക് എടുക്കാം. പരിപ്പ് വട മോഡലിൽ നമുക്ക് എടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. ഇനി ഓരോന്ന് നമ്മൾ മുട്ടയിൽ മുക്കിയെടുത്ത് ഈ ബ്രെഡിൽ നമ്മൾ ഓരോന്ന് ഇതേമാതിരി മുട്ട മുക്കി നമ്മൾ ബ്രെഡിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. മുട്ടയിൽ മുക്കി നമ്മൾ ഈ ബ്രെഡിൽ നല്ലപോലെ ഇട്ട് കൊടുക്കും. മുന്നിട്ടത് നമുക്ക് പിന്നെ മറിച്ചിട്ട് കൊടുക്കും. ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുത്തു. ആവശ്യം പോലെ നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് ഏത് ഇറച്ചിയായാലും ചിക്കനായാലും മട്ടനായാലും ഏത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മൊരിയാൻ വേണ്ടി ഇച്ചിരി തീ കൂട്ടി കൊടുക്കാം. മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കാം. നമ്മളെപ്പോഴും മട്ടനും ചിക്കനൊക്കെ മേടിക്കുന്ന ആൾക്കാരാണ്. കറിയും വയ്ക്കാം. നമ്മൾക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് വേവിച്ച് പൊടിച്ച് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ടും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഇനി നമ്മൾ തീ ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ മട്ടൻ കട്ട്ലേറ്റ് തയ്യാറായി കഴിഞ്ഞു. നല്ല സ്വാദിഷ്ടമായ കട്ട്ലേറ്റാണ്. നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനലിലേക്ക് പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.